ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു ഷാസി ട്രീറ്റ്സ്. നമ്മൾ ഒരുപാട് ടൈപ്പ് മധുരം ഉണ്ടാക്കലുണ്ട്. ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ചെറുപയർ വെച്ചിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടமான ഒരു റെസിപ്പിയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിന്. ഇത് കുതിർക്കൊന്നും വേണ്ട, ഒന്ന് 2-3 വട്ടം ഒന്ന് കഴുകിയിട്ട് അതിലുള്ള പൊടികളെല്ലാം ഒന്ന് കഴുകിയിട്ട് എടുത്താൽ മതി. ഇതേപോലെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഒരു സ്ട്രൈനറിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. നന്നായിട്ട് വെള്ളം പോകുന്ന വരെ ഒന്ന് സ്ട്രൈനറിൽ വെക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു കടായി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കണേ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിപ്പം ചെറിയൊരു ഗ്രീൻ കളറല്ലേ, ഇത് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ട് നമുക്കിത് കടിച്ച് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവും, നല്ല പൊട്ടിട്ട് വരും. ഇതേപോലെ ചെറിയൊരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം. ഒരു 7-8 മിനിറ്റ് എടുക്കും ഇതൊരു കളർ ചേഞ്ച് ആയിട്ട് വരാൻ. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്തിട്ട് കൂടി പൊടിക്കുക. നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ടൈം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് വേണ്ട മധുരം നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കുക. അതിനായിട്ട് 1/4 കപ്പ് അളവിൽ ജാഗരിയ ഞാൻ എടുത്തിരിക്കുന്നത്. വെല്ലം ഇത് ഒന്ന് പൊടിച്ചിട്ട് 1/4 കപ്പ് അളന്നിട്ടൊന്ന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിലും കുറച്ച് കുറവായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഈ വെള്ളം ജാഗരി നന്നായിട്ട് ഉരുകി വരുന്നവരെ തിളപ്പിച്ചിട്ടെടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്നെസ് വരണം. അതിനായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതേപോലെ പത വരാൻ തുടങ്ങുമ്പോൾ നമ്മളെ ജാഗരി ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടാവും. ഇനി ഇതിലെന്തെങ്കിലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യ് ചേർത്ത് കൊടുക്കുക, ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടായിട്ട് വരുമ്പം എന്തെങ്കിലും കടിക്കാൻ നട്ട്സ് വേണമെങ്കിൽ, നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ടാൽ നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തന്നെ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ചെറുപയർ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ പശു നെയ്യും ഈ ചെറുപയരും എല്ലാം കൂടിയിട്ട് മിക്സായിട്ട് വരുമ്പം നല്ലൊരു ഗ്രീൻ കളർ കിട്ടും. ഫസ്റ്റ് തന്നെ മിക്സ് ആക്കുമ്പോൾ മനസ്സിലാവില്ല, എല്ലാം കൂടി ഗീ ഇതിലേക്ക് യോജിച്ച് വരുമ്പം നന്നായിട്ടൊരു കളർ ചേഞ്ച് ആയിട്ട് വരും. അതേവരെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പം കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് ആ ഗീ എല്ലായിടത്തും മിക്സായിട്ട് വന്നിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മധുരം, നമ്മളെ ജാഗരി വെല്ലം ഉരുക്കിയതില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1/4 to 1 കപ്പ് വരെ ജാഗരി ഇതിന് ഉപയോഗിക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കുന്ന ടൈം ഇതേപോലെയാണ് ഉണ്ടാവാൻ. കുറച്ച് ടൈം മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിക്കൊന്ന് മിക്സാക്കി കിട്ടും, നല്ല ഉരുണ്ട് കിട്ടും. അതുവരെ ഒന്ന് മിക്സാക്കി കൊണ്ട് നിൽക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ ഉരുണ്ട് കിട്ടും. നമ്മൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഇതേപോലെ കിട്ടുന്ന സമയം നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കുക. ആ പാനിൽ തന്നെ വെക്കണ്ട, ആ ചൂടിൽ തന്നെ നിന്നിട്ട് നന്നായിട്ട് കട്ടിയായി പോവും. ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ജാഗരി നന്നായിട്ട് കുറുക്കി എടുക്കരുത്, ചെറുതായിട്ടൊന്ന് കുറുക്കി കിട്ടിയാൽ മതി. അതേപോലെ നമ്മൾ ചെറുപയർ വറുത്തിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇത് മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. അപ്പം നിങ്ങൾക്ക് ചെറുപയറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. നിങ്ങൾക്കിത് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് തന്നെ ഒരു 3-4 ദിവസം വരെ നമുക്കിത് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ കഴിയും. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.